ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെയും ഗതികേടിനെ കുറിച്ചാണ് ആദ്യം അവരോട് സഹതപിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ. കാരണം സ്വാതന്ത്ര്യ ദിനമാണ്, ഇന്ത്യ സ്വതന്ത്രമായതിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരാളെ പറയാനില്ല. അപ്പോൾ ആർ എസ് എസ്സുകാരനല്ലെന്ന് അവർ തന്നെ പറയുന്ന വി ഡി സവർക്കറിനെ, ഹിന്ദു മഹാസഭയുടെ നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരികയും സവർക്കർ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് പറയുകയും ചെയ്യുകയാണ്. ഈ സവർക്കറെ വെളുപ്പിക്കാൻ വലിയ പാടാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പലതവണ ജയിലിൽ കിടന്ന് മാപ്പെഴുതി കൊടുക്കുകയും ആ മാപ്പെഴുതി കൊടുത്തതിലെ വാക്കുകളെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ഐ വിൽ ബി എ സെർവൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ എന്ന് സധൈര്യം എഴുതി കൊടുത്ത ആളെ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കി അയാൾ ആ വാക്ക് അതുപോലെ തന്നെ പാലിച്ചുകൊണ്ട് 47 വരെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വെടിപണിയെടുക്കുകയും ചെയ്ത ആളെ സ്വാതന്ത്ര്യ സമര സേനാനിക്ക് പൊക്കിക്കൊണ്ട് വരുന്നതിൽ അത് ചില്ലറ പാടൊന്നുമല്ല, അത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഗതികേടാണ്. വീർ സവർക്കർ എന്ന് അവർ വിളിക്കുന്ന വിരി സവർക്കർ, വിനായക് ദാമോദർ സവർക്കർ എന്ന് പറയുന്ന കക്ഷി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യകാലത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നെന്നും അതിൻ്റെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ടെന്നും വളരെ സാഹസികമായി ഈ ജയിലിലേക്ക് പോകുന്നതിനിടയിൽ കപ്പലിൽ നിന്ന് ചാടാൻ ശ്രമിച്ചെന്നുള്ളതെല്ലാം സത്യം. അതിനെ ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ അതിനുശേഷം ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹം ഭയം കൊണ്ടോ തന്ത്രം എന്ന് അവർ പറയുന്നത് പോലെ ചെയ്തതിന് ശേഷം മാപ്പ് എഴുതി കൊടുത്തു. മാപ്പോട് മാപ്പ് 5 തവണ മാപ്പ് എഴുതി കൊടുക്കുന്നു, പിന്നെ അത് അതുപോലെ ചെയ്യുന്നു എന്ന് മാത്രമല്ല 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടക്കുമ്പോൾ അദ്ദേഹം ഇതിൻ്റെ കൂടെയില്ല. നമ്മുടെ INA രൂപീകരിച്ച് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി സൈന്യത്തെ അണിനിരത്തി നീങ്ങുമ്പോൾ അവിടെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ആളെ കൂട്ടാൻ ഇവിടെ ക്യാമ്പയിൻ നടത്തിയ ആൾ, ഇതെല്ലാമാണ് വി ഡി സവർക്കർ. പക്ഷേ ഒരു വി ഡി സവർക്കറുടെ പേര് മാത്രമേ ബി ജെ പിക്കോ അല്ലെങ്കിൽ പഴയ ആർ എസ് എസിനോ ഉള്ളൂ എന്നുള്ളതാണ് ഈ പ്രശ്നം. അപ്പോൾ സവർക്കറെ എടുത്ത് ചുമന്നേ പറ്റൂ. അപ്പോൾ സവർക്കറുടെ പേരിൽ നമ്മൾ ഈ ഷൂ നക്കിയെന്ന് വിളിക്കുന്ന കളിയാക്കലുകളോ കത്തിൻ്റെ വിശദാംശങ്ങളോ 5 കത്ത് എഴുതിയില്ലെന്നുള്ള കളിയാക്കലുകളോ ഒന്നും അവർക്ക് സഹിക്കാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ള ബി ജെ പിയുടെ ഗതികേട് ജനങ്ങൾ മനസ്സിലാക്കണം. വേറെ ഒരാളെപ്പോലും എടുക്കാനില്ലാത്തതുകൊണ്ടാണ് വീർ സവർക്കർ എന്ന് അവർ വിളിച്ചുകൊണ്ട് 5 തവണ മുട്ട് വിറച്ച് മാപ്പെഴുതിയവനെ വീർ സവർക്കർ എന്ന് വിളിക്കാനുള്ള ആ ധൈര്യമുണ്ടല്ലോ, ആ ഒരു എങ്ങനെ തോന്നുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അത് അത്ഭുതകരമാണ്. അപ്പോൾ വീർ സവർക്കറെ കൊണ്ടുവരും. ഇനി ഇതിനൊരു ചരിത്രമുണ്ട്. കഴിഞ്ഞ 3-4 വർഷമായിട്ടോ 10 വർഷമായിട്ടോ ജവഹർലാൽ നെഹ്റുവിനെ അപമാനിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ജവഹർലാൽ നെഹ്റുവാണ് എല്ലാത്തിൻ്റെയും കുഴപ്പം. ഞാൻ വിചാരിച്ചു 50% തീരുവ ട്രംപ് ചുമത്തിയപ്പോൾ അതും ജവഹർലാൽ നെഹ്റുവിൻ്റെ കുറ്റമാകുമോ എന്ന് പറയുമെന്ന് ഞാൻ പേടിച്ചു. ഭാഗ്യത്തിന് അത് പറഞ്ഞില്ല. പക്ഷേ ബാക്കിയെല്ലാം നെഹ്റുക്ക് ഗൽത്തി എന്നാണ് പറയുന്നത്. ഇപ്പോൾ നെഹ്റു ഇല്ല. നെഹ്റുവിന് ഇത്രയും കാലം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവർ നെഹ്റു ഇല്ല. നെഹ്റുവിൻ്റെ ചിത്രം പോലും ഇന്ന് ഒരിടത്ത് നമ്മൾ കാണുന്നില്ല. നെഹ്റു തീരുന്നു. അപമാനിച്ച് നെഹ്റുവിനെ കളിയാക്കി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മാറ്റുന്നു. ശരി, അടുത്തതെന്താണ്? ഇനിയുള്ള ഒരു ഐക്കൺ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിക്ക് മുകളിലാണ് മഹാത്മാഗാന്ധിയെ കൊല്ലാൻ കൊലപാതക കേസിൽ പ്രതിയായിരുന്ന, അതിനുശേഷം അവിടെ നിന്ന് ഊരിപ്പോയ, എന്തായാലും മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ ഒരാളെ അതിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കുന്നത്. നോക്കണേ, ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒരു ധൈര്യം. ഒരു 80 വർഷം കഴിയുമ്പോൾ ഏത് കള്ളവും പറയാം എന്നുള്ളതിൻ്റെ മകുട ഉദാഹരണമാണ്. നമ്മളിത് ഇന്ത്യയിൽ ലോകത്ത് പല ഭാഗത്തും കാണുന്നുണ്ട്. ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിന് വേണ്ടി പോരാടിയ സംഘടന ഇന്ന് ബംഗ്ലാദേശിൽ നിരോധിക്കപ്പെടുകയാണ്. അന്ന് ഈ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് ഇപ്പോൾ അവിടെ വലിയ പ്രധാനപ്പെട്ട കക്ഷിയാണ്. അവരാണിപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ബംഗ്ലാദേശിന് വേണ്ടി പോരാട്ടം നടത്തിയ ആളുകൾ വിസ്മൃതിയിലാവുകയും ആ പാർട്ടി നിരോധിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഇത് ബംഗ്ലാദേശിലുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. ഇത് ലോകം മുഴുവൻ നടക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വില്ലന്മാർ നായകന്മാരാവുകയും നായകന്മാരെ മറക്കുകയോ നായകന്മാർ മഹാമോശക്കാരായി മാറുകയോ ചെയ്യുന്ന പുതിയ സിനിമകളും പുതിയ തിരക്കഥകളും പുതിയ ആഖ്യാനങ്ങളും ഉണ്ടാവുകയും ചെയ്തത്. പിന്നെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് ആർ എസ് എസിനെ പുകഴ്ത്തുമ്പോൾ അത് അല്പം മുമ്പ് ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ആർ എസ് എസിനെ പുകഴ്ത്തും. ശരിയാണ്, പുകഴ്ത്തിക്കോട്ടെ. ആർ എസ് എസ് രൂപീകൃതമായിട്ട് 100 വർഷമാകുന്നു. പക്ഷേ വളരെ രസകരമായ കാര്യം, ഈ റെഡ് ഫോർട്ട് എന്ന് പറയുന്ന സംവിധാനത്തിൽ വന്ന പ്രധാനമന്ത്രിമാർ സംസാരിക്കുന്നതിൻ്റെ ചരിത്രം തന്നെ ആലോചിക്കണം. 1857 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ദില്ലി പിടിച്ചടക്കിയ ശേഷം ബഹദൂർ ഷാ സഫർ എന്ന മുസ്ലിം മുഗൾ രാജാവ് ഇന്ത്യ സ്വതന്ത്രമായെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് റെഡ് ഫോർട്ടിൽ പിന്നീട് പ്രധാനമന്ത്രിമാർ പ്രസംഗം തുടങ്ങിയത്. നെഹ്റുവാണ് ആദ്യം ചെയ്തത് 1947 ഓഗസ്റ്റ് 16. അപ്പോൾ നന്നായി ഇത് ഇങ്ങനൊരു ചരിത്രമുണ്ട്. റെഡ് ഫോർട്ട് നിർമ്മിച്ചത് ഷാജഹാനാണ്. ഇതെല്ലാമുണ്ട്. ഇതൊക്കെ ഓർമ്മ വേണം. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാം. ആർ എസ് എസും മോദിയും തമ്മിലുള്ള
ഇതുവരെയുള്ള ഉടക്കുകളുടെ അടിസ്ഥാനം കൂടി ഇന്ന് പെട്ടെന്ന് ഒരു കോണ്ടക്സ്റ്റുമില്ലാതെ എന്തിനാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദിവസം മോദി വന്ന് RSSനെ പ്രകീർത്തിച്ച് എല്ലാവരും അത്ഭുതപ്പെടുമ്പോൾ വേറൊന്നുമല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്വാതന്ത്ര്യദിനത്തിൽ RSSനെ അങ്ങ് പൊക്കി പറഞ്ഞിട്ട് എന്തെങ്കിലും RSSന് ഗുണം കിട്ടാനോ BJP ഗുണം കിട്ടാനോ പ്രതിപക്ഷത്തെ അപമാനിക്കാനോ അല്ല. വിഷയം ഇത്രയേ ഉള്ളൂ. 75 വയസ്സെന്ന പ്രായപരിധി അടക്കമുള്ള ഒരുപാട് വിഷയങ്ങളിൽ മോദിയെ പിടിക്കാണ്ടിരിക്കുകയാണ് RSSും മോദിയും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ്. അത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് 1.5 മിനിറ്റ് ഈ 100 മിനിറ്റ് പ്രസംഗത്തിൽ 1.5 മിനിറ്റ് വളരെ വിശദമായി അദ്ദേഹം RSSനെ നന്നായി പുകഴ്ത്തുന്നത്. അതായത് ഈ പശുവിൻ്റെ കടിയും തീരും, കാക്കയുടെ വിശപ്പും തീരും എന്ന് പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സഹായ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ വേറൊന്നും തെറ്റിദ്ധരിക്കരുത്. മോദി RSSനെ സോപ്പിടാൻ ശ്രമിച്ചതാണ് ഇന്ന് നമ്മൾ റെഡ് ഫോർട്ടിൽ കണ്ടത്. അത്ര മാത്രമേ ഇതിന് വ്യാഖ്യാനമുള്ളൂ. RSSന് ഈ സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം, മോദിക്കും അറിയാം. അത് മോദി ഇനി പറഞ്ഞ് വഷളാവും ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. RSSന് ഈ ത്രിവർണ്ണ പതാക പോലും കണ്ടുകൂടാ. പണ്ട് മുതലേ അത് ഓൺ റെക്കോർഡാണ്. RSSന് ത്രിവർണ്ണ പതാക കണ്ടുകൂടാ. RSSൻ്റെ ഓർഗനൈസർ എന്ന് പറഞ്ഞ അവരുടെ മുഖപത്രം 1947 പറഞ്ഞത് ദ ട്രൈ കളർ ഷാൽ നെവർ ബി റെസ്പെക്റ്റഡ് ആൻഡ് ഓൺ ബൈ ഹിന്ദുസ്. ദ വേർഡ് ത്രീ ഈസ് ഇൻ ഇറ്റ് സെൽഫ് ആൻ ഇവിൽ ആൻഡ് എ ഫ്ലാഗ് ഹാവിംഗ് 3 കളേഴ്സ് വിൽ സെർട്ടൻലി പ്രൊഡ്യൂസ് എ വെരി ബാഡ് സൈക്കോളജിക്കൽ എഫക്റ്റ് ആൻഡ് ഈസ് ഇൻജൂറിയസ് ടു എ കൺട്രി. ഇത്രയും അന്ധവിശ്വാസമൊക്കെ എഴുതി വെച്ച ആശാന്മാരാണ്. 1947-ലും 1950-ലും ഓരോ തവണ ദേശീയ പതാക പൊക്കിയ ശേഷം RSSൻ്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ 2002 വരെ ഒരു തവണ പോലും സ്വാതന്ത്ര്യദിനത്തിൽ ഈ കൊടി ഉയർത്തിയിട്ടില്ല. 2001 ഒരു സംഘടനയിലെ 3 ചെറുപ്പക്കാർ അവസാനം RSS ആസ്ഥാനത്ത് ഇടിച്ചു കയറി ഈ കൊടി ഉയർത്തി വളരെ വലിയ വിവാദമാകുന്നുണ്ട്. രാഷ്ട്രീയ പ്രേമി ദൾ എന്ന് പറയുന്ന സംഘടനയിലെ യുവദളിലെ 3 പേരാണ് പോകുന്നത്. അവിടെ കൊടി ഉയർത്തുന്നു, അത് വലിയ കേസാകുന്നു. അതിനുശേഷം 2002 RSS കൊടി ഉയർത്തുന്നു. അപ്പോൾ RSSന് ഈ ത്രിവർണ്ണ പതാകയോട് പോലും ഇത്രയും വിലയേ ഉള്ളൂ. ആ RSSനെയാണ് മോദി പുകഴ്ത്തുന്നത്. സ്വാതന്ത്ര്യ സമരവുമായി അവസാന കാലത്ത് പാരവയ്ക്കാവുന്നതിൻ്റെ മുഴുവൻ പാരവയ്ക്കും ബ്രിട്ടീഷുകാരൻ്റെ കൂടെ നിന്ന് നേതാജിയുടെ സൈന്യത്തിനെതിരെ ആളെ റിക്രൂട്ട് ചെയ്ത സവർക്കറെ ഉയർത്തുകയും ചെയ്യുന്നതിലൂടെ പുതിയൊരു രാഷ്ട്ര നിർമ്മിതി, പുതിയൊരു കഥ നിർമ്മിക്കാനാണ് BJP മോദിയും ശ്രമിക്കുന്നത്. അതിനകത്തുള്ളൊരു പ്രശ്നം അത് അവരുടെ ഗതികേടാണ്. ഒരു വീർ സവർക്കറെ മാത്രമേ കിട്ടാനുള്ളൂ. ഇന്ത്യയുടെ 100 വർഷത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവർക്ക് തപ്പിയെടുക്കാൻ പറ്റുന്ന ആകെ ഒരു സാധനം ഈ പാഴ്ചരക്കായിപ്പോയി. Meet the editors.